ഹലോ ഗൈസ്, എല്ലാവർക്കും IMX മിക്വേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPM പുതിയ അപ്ഡേറ്റ് വന്നു. എനിക്ക് തോന്നുന്നു ഇന്നാ വന്നേന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് രാവിലെ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ വൈകുന്നേരം കളിച്ചപ്പോൾ എനിക്ക് സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ ചെയ്യാൻ, എൻ്റെ ഒരു ഒപ്പീനിയൻ ചുമ്മാ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് കയറിയാണ് ഗൈസ്. സംഭവം ഇവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് ഏറ്റവും അടിപൊളി. ആ പോകുന്ന വഴിക്കുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എനിക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലങ്ങ് ജീവിക്കാൻ തോന്നും ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടുത്തെ വ്യൂ. ആൻഡ് നമ്മൾ പിന്നെ പോകാൻ നേരെ അങ്ങോട്ടേക്ക് നമ്മുടെ ഹൈവേ പോകുമ്പം റൈറ്റ് സൈഡിൽ ഒരു വഴി ഉണ്ടാവും. ആ വഴി കയറി നേരെ അങ്ങ് പോയാൽ മതി ഗൈസ്. നമുക്ക് എന്തായാലും ഡോർ തുറന്നിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം. നമ്മുടെ വണ്ടി നിങ്ങൾ ഇതുവരെ വീഡിയോസിലൊന്നും കാണാത്തൊരു വണ്ടിയാണ്. എൻ്റെ ഇൻസ്റ്റ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് അധികം ഞാനങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. കുറച്ച് സ്റ്റോറിയും ഒരു പോസ്റ്റോ 2 പോസ്റ്റോ അങ്ങോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. ഇതാണ് കേസ് നമ്മുടെ വണ്ടി, നമ്മുടെ തണ്ടർ ഡോഡ്ജാണ്. ഇതെടുത്തിട്ടാണ് കേസ് നമ്മളത് പോകുന്നത്. അച്ഛൻ കിട്ടില്ല പവറാകട്ടെ വണ്ടിക്ക്, ഒരു രക്ഷയില്ലാത്ത പവറും ഉണ്ട്, ലുക്കും ഉണ്ട്. നൈസ് സാധനമാണ്, ഓടിക്കാനൊക്കെ നല്ല സുഖം. നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് നേരെ പോകാൻ കേസ്. നമ്മളങ്ങനെ ഗ്യാരേജിൻ്റെ ഡോറൊക്കെ അടച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം കേസ്, ഒരു ഫുൾ ലുക്ക്. ഇതാണ് കേസ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. സംഭവം കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി തന്നെയാണ് കേസ്. കാരണം ഞാൻ തന്നെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് ഈ വണ്ടി. നമുക്കിനി എന്തായാലും വണ്ടി എടുത്ത് നേരെ വിടാൻ കേസില്ല, ഓവർ ലേറ്റ് ആയി പോവും. വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിപ്പോവും. ചുമ്മാ കിടന്ന് ഡയലോഗടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ലാസ്റ്റ്. പിന്നെ നിങ്ങൾക്കും ബോറടിച്ച് നിങ്ങളും ഇറങ്ങിപ്പോവും, അതൊന്നും ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം നേരെ സ്ഥലത്ത് പോവാം. എന്നിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡയലോഗ് അടിക്കാം കേസ്. അതായിരിക്കും നല്ലത്. ഇല്ലേ നല്ല ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും, ഇത് എനിക്കും ബോറടിക്കും കേസ്. നമുക്ക് എന്തായാലും ഇനി ഹൈവേ എത്തിയിട്ട് വേണം, ഇല്ലെങ്കിൽ ലാഗായി പോവും. നമ്മളിനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അത്യാവശ്യം ഉണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത് ആയി പോകും വീഡിയോ. അത്ര ലാഗാക്കേണ്ട, പെട്ടെന്ന് വീഡിയോ തീർക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം കേസ്. ഗൈസ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഹൈവേ ഒക്കെ ഫുള്ള് മാറിപ്പോയിട്ടുണ്ട്. പുതിയ നല്ല സൈഡിൽ മറ്റേ മൗണ്ടെയിനിൽ കാണുന്ന കൂട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്തായാലും ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് വേണം തോന്നുന്നു നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അതോ മറ്റേ വഴി തന്നെ ആയിരുന്നോ എന്തോ, മിക്കവാറും മറ്റേ വഴിയായിരിക്കും. ഞാൻ പോയിട്ട് തിരിച്ച് വരേണ്ടി വരും ഗൈസ്, എനിക്ക് തോന്നുന്ന മറ്റേ വഴിയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് അവിടെ അങ്ങനെ ഒരു വഴിയില്ലെങ്കിൽ നമുക്ക് അതേപോലെ തിരിച്ചു പോകാം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു സംഭവം. അവിടെ ചെന്നിട്ട് തിരിച്ച് വരേണ്ട വന്നു ഗൈസ്. അതല്ലായിരുന്നു വഴി. നമ്മൾ ആദ്യം കണ്ട ആ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള വഴി തന്നെയായിരുന്നു സംഭവം. മാപ്പ് ഇട്ടിട്ട് എനിക്ക് ഡൗട്ടായി പോയി ഗൈസ്. എന്താ ചെയ്യാനാണ് ഗൈസ്, ഞാൻ അങ്ങനെ ഒരു സാധനമായി പോയി. കുഴപ്പമില്ല, അത് വിട്ടേക്ക്. നമുക്ക് എന്തായാലും ഇതിലേ പോകാൻ ഗൈസ്. ഈ വഴി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല വഴിയാണ്. നമ്മുടെ മെയിൻ സംഭവം വന്നിട്ടില്ല. കുറച്ച് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കിടിലൻ വ്യൂസ് ആയിരിക്കും ഗൈസ് കാണുന്നത്. ഇപ്പം തന്നെ അത്യാവശ്യം കാണാൻ അപ്പുറം ഇപ്പുറം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു വഴി, ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈവനിങ് സമയത്ത് നമ്മൾ ഇറങ്ങിയോണ്ട് അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയുണ്ട്. നമുക്കെന്തായാലും ഇനിയിപ്പോൾ നേരെ പോയി നോക്കാം. അപ്പുറത്ത് പോയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല സ്ഥലം വരും ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഈ മാപ്പ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് ഈ പോകുന്ന വഴി, എനിക്ക് ആ റേസിംഗ് ട്രാക്കും അതിനേക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഈ പോകുന്ന വഴിയാണ് ഗൈസ്. അങ്ങനെ പോകുന്ന വഴിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എത്താറായി ഗൈസ്. ഈ വളവ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് വഴി. നമ്മൾ നല്ല പറപ്പിച്ചാണ് ഗൈസ് പോകുന്നത് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പുറത്തും ഇപ്പുറത്തും നല്ല കിടിലൻ വൈബ്, ആ ഈവനിങ് വൈബുള്ള ആകാശം, നല്ല ഓറഞ്ച് കളർ ആകാശമൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ അവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഒരു രക്ഷയില്ല, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഈവനിങ്ങിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി രസം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗ്രാഫിക്സൊക്കെ ഫുള്ളിട്ട് കളിക്കുന്നതുകൊണ്ട് സംഭവം കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി കിടക്കുന്നതും ഒരു ലുക്ക് തന്നെ, ഓഫ് ഏതാ ലുക്ക് ഗൈസ്. നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഇച്ചിരി മാറിയിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ട് തട്ടിയൊന്നൊരു ഡൗട്ടില്ല. മറ്റേ അവിടെ ഒരു ഡിവൈഡർ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു, അത് തട്ടിയൊന്നൊരു ഡൗട്ടില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. എനിക്കിഷ്ടപ്പെട്ട സ്ഥലമാണ് ഗൈസ്. എനിക്ക് എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഇവിടുന്ന് കളിച്ചപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. ആകാശമൊക്കെ നോക്കി ഗൈസ്, ഒരു രക്ഷയില്ല, നല്ല ഓറഞ്ച് കളറിൽ വേറെ ലെവൽ ആകാശമാണ് ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വണ്ടി കിടക്കുന്ന കാണുന്ന രസമുണ്ട്. ഇനി എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ മറ്റേ റേസ് ട്രാക്ക് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാം. റേസ് ട്രാക്ക് എന്ന് പറയുമ്പോൾ ഈ അപ്ഡേറ്റിൽ വന്ന സ്ഥലം, എനിക്ക് എൻ്റെ പേരറിയില്ല ഗൈസ്, സോറി മറന്നുപോയി. എന്തോ കൂട്ടിങ്ങാണ്ട് പറയുന്ന സാധനമായിരുന്നല്ലോ. നമ്മളൊക്കെ എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. ഗ്രാഫിക്സ് ഒന്നും രക്ഷയില്ല ഗൈസ്, ഒരു വൈബ് തന്നെ. എനിക്കെന്തോ ഈ സ്ഥലം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു.
ഈ സ്ഥലത്ത് നിന്ന് മിക്കവാറും ഇനി എൻ്റെ പകുതി റീലും ഇവിടെ നിന്നായിരിക്കും ഞാൻ എടുക്കുക, ഇൻസ്റ്റയിലേക്കുള്ള. മിക്കവാറും എനിക്കങ്ങനെ തോന്നി. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും എല്ലാ റീലും എടുക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വണ്ടി കയറിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് സ്ഥലത്തിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം വന്നത് ഗൈസ്. ഞാൻ ഇന്ന് ഇത് ഫസ്റ്റ് ടൈം കളിച്ചപ്പോൾ കണ്ടു, അപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കണം തോന്നി. ഞാൻ അപ്പോൾ തന്നെ കയറി വീഡിയോ എടുത്തു. അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡായിരുന്നു ഗൈസ് എല്ലാം. ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇനി അങ്ങോട്ടുള്ള വഴി വലിയ രസമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോയി, കറക്റ്റ് ഓർക്കുന്നില്ല അത്. ഇനി അങ്ങോട്ടുള്ള വഴീനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന വഴി ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി മാത്രമേ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉള്ളൂ. മറ്റേ ഞാൻ മറന്നുപോയി ഗൈസ്. അവിടെ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വഴി നോക്കട്ടെ ഗൈസ്. ആക്ച്വലി ഭംഗിയുള്ള വഴി എന്ന് പറയാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങ് എത്തി ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. ഇവിടെ ഒരു പമ്പുണ്ട്. നമുക്കിനി ഇവിടുത്തെ പമ്പിൻ്റെ റിവ്യൂ എടുക്കാം ഗൈസ്. ഗൈസ്, ഇവിടുത്തെ പമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു പമ്പാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ പമ്പ് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഗൈസ്, ഇവിടെ എന്തോ വേസ്റ്റ് ഇടുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തോ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. മറ്റേ പുറത്തേക്കൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് കൊള്ളാം. പിന്നെ ഇവിടെ എന്തോ ഒരു കഫേ പോലത്തെ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഹോട്ടലിലോ ഫുഡ് കഴിക്കുന്ന സെറ്റപ്പ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല. എന്തായാലും ഇവിടെ കയറി നോക്കാം ഗൈസ്. കണ്ടിട്ട് സാധനം കൊള്ളാൻ തോന്നുന്നു. നമുക്കൊന്ന് പുറത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കിയിട്ടും വരാം. ഇവിടെ ഇതൊക്കെ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഇനി ബേക്കിൽ കൂടെ ഇറങ്ങി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം കണ്ടില്ലേ ഗൈസ്. ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് തലയിട്ട് നോക്കാം ഗൈസ്. നമ്മുടെ വണ്ടിയൊക്കെ കാണാൻ നോക്കാം. ഇതിലേ പോയി ഇവിടെ താഴേക്കെന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നെ സമയമുള്ളപ്പോൾ എടുക്കാം ഗൈസ്. ഞാനിപ്പോൾ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് വീഡിയോ. ഇവിടെ കുറച്ച് വേസ്റ്റ് ഇടുന്ന മറ്റേ സംഭവം നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അല്ല, നമ്മളിതല്ലല്ലോ കണ്ടേ ഗൈസ്. നമ്മളതല്ല കണ്ടേ ഗൈസ്. നേരത്തെ നമ്മൾ കണ്ടത് നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ അവിടെ നിന്ന് കണ്ട മറ്റേ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ വന്ന് എത്തുകയെന്നാണ്. പക്ഷെ ആ സ്ഥലം കണ്ടില്ലല്ലോ ഗൈസ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് മറ്റേ മതിൽ വല്ലതും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ഓർമ്മയില്ല. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മറ്റേ ഇവിടുത്തെ റേസ് ട്രാക്കിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് പിന്നെ ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ആക്കാം ഗൈസ്. നമ്മളെന്തെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കണം ഗൈസ്. ഇവിടുത്തെ ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് ഗെയിമിൽ നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്സിനൊക്കെ എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പണ്ടത്തെക്കാട്ടും കുറച്ചുകൂടെ കൂടിയോന്നൊരു ഡൗട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി ഐഡിയ ഇല്ല. കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രമേ ഇരിക്കുകയുള്ളൂ വണ്ടി നിർത്തി കഴിഞ്ഞാൽ. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ അങ്ങനെ വെച്ച് ഇറങ്ങുന്നതാണ്. പിന്നെ മനസ്സിലായത് ബഗ്ഗാണ്. എന്തോ ബഗ്ഗാണ് കേട്ടോ. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ നേരെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഇറങ്ങിയത്. അത് നോക്കാൻ വേണ്ടിയിട്ട് അത് നേരെ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ അത് പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നിന്നു. ഇവിടെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു റൗണ്ട് പോലെ സംഭവം. ഇതിലേ പോകുമ്പോഴാണ് മറ്റേ ട്രാക്ക് വരുന്നത്. ട്രാക്കിൽ കയറി നമുക്ക് റേസ് ചെയ്യാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. പിന്നെ അവിടെ ഒരു വണ്ടി നന്നാക്കാനായിട്ടൊരു സർവീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ടയറിൻ്റെ സംഭവമുണ്ട്. ഇത് പിന്നെ ഒരു ഹോട്ടൽ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ ഇങ്ങനെ കയറി നമുക്ക് ചുമ്മാ നോക്കിയിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി, അപ്പോൾ കയറാൻ പറ്റിയില്ലായിരുന്നു. ഇതിലേക്ക് കയറി ചുമ്മാ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ എവിടെയെങ്കിലും വല്ല ഡോറും ഉണ്ടെങ്കിലോ. കണ്ടിട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഉള്ളിലൊക്കെ ഒരു രക്ഷയില്ല. നല്ല വൃത്തിക്ക് സെറ്റാക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ. ഇനി നമുക്കെന്തായാലും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ ഇറങ്ങാം. അത് ഞാൻ നേരത്തെ ഒരു റേസ് അടിച്ചായിരുന്നു ഗൈസ് അവിടെ. അതിൻ്റെയാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത്. ഇവിടെ പുറത്തും ഇരിക്കാൻ സ്ഥലമുണ്ട്, അകത്തും ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂവും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. കാണാനൊക്കെ രസമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാം. പക്ഷേ വരുന്ന വഴി അത് ഒരു രക്ഷയില്ല ഗൈസ്. അത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ CPMൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ മാപ്പായിരിക്കും. ഈ മാപ്പിൽ വരുന്ന വഴി ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ കുറേ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ പോസ്റ്റർ പോലത്തെ ഐസ്ക്രീമിൻ്റെ സാധനം. പിന്നെ ഇവിടെ എന്തോ കൊക്കോളേൻ്റെ ആഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇച്ചിരി അപ്പുറത്തേക്ക് പോയിട്ട് നോക്കാം ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വണ്ടി നന്നാക്കുന്നതും പിന്നെ നമ്മൾ ടയർ മാറ്റുന്ന മറ്റേ സ്ഥലം. ഇവിടെ അത് രണ്ടെണ്ണം ഉണ്ട്.
പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു 3 സ്ക്രീനുണ്ട് ഗൈസ്. നടുക്കൊരെണ്ണം, ബാക്കി 2 സൈഡിലായിട്ട് ഒരെണ്ണം. അത് നമ്മൾ മറ്റേ ഇത് ഞാനാണല്ലോ നമ്മൾ മറ്റേ റേസൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ എത്ര സമയത്തിനുള്ളിൽ കഴിഞ്ഞു ആ ഒരു സമയമൊക്കെ കൊടുത്ത് നമ്മുടെ വണ്ടിയും ഇതെല്ലാം കൊടുത്തിട്ടൊരു സാധനം ഇങ്ങനെ വരും. പിന്നെ നമ്മുടെ പേര് സെൻറ്ററിൽ ഇതിൽ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും. ആ സ്ക്രീനാണിത്. ഇതും കൊള്ളാം, സാധനം രസമുണ്ട്. ഈ സ്ക്രീനൊക്കെ കൊള്ളാം, രസമുണ്ട്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കാനൊന്നുമില്ല. ഇവിടുത്തെ വൈബ് രക്ഷയില്ല കേട്ടോ. ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമുക്കിനി കുറച്ച് രീതിയിൽ കൂടെ നടന്നിട്ട് 2 ഫോട്ടോ, നമ്മുടെ വണ്ടിയുടെ 2 ഫോട്ടോയും പിന്നെ വേറെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തമ്മിലൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇനി ഇറങ്ങാം. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കഴിച്ചില്ല. പിന്നെ വീട് വരെയൊക്കെ പോകുന്നത് കാണിച്ച് നമ്മൾ ലാഗ് അടിപ്പിക്കണ്ടല്ലോ. അത് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല താനും. നമുക്കെന്തായാലും ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആകാശമൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ് അടിക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റൻ്റെ ലിങ്ക് കൊടുക്കാം. പറ്റുന്നവരൊക്കെ കയറി അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ബൈ.